അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വളരെ വേണ്ടപ്പെട്ട മഹ്ബീങ്ങളെ, ഒട്ടനവധി സഹോദര സഹോദരിമാര്, ഉപ്പമാര് ദുആയിൽ പ്രത്യേകം ഓർക്കണം, ചേർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇന്നിന്റെ മഗ്രിബ് വാങ്കോടെ കയറി വരാൻ പോകുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ 8 ലൈലത്തു തർവിയ എന്ന് പറയുന്ന രാവാണ്. ഇനി അങ്ങോട്ട് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഏറ്റവും പോരിശാക്കപ്പെട്ട രാവുകളാണ്. ചെറുതായിട്ടൊന്ന് മനസ്സുകൊടുത്താൽ നമ്മുടെ ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ലാഭം നമുക്ക് ഈ പരിശുദ്ധമായ രാവുകളിൽ നേടിയെടുക്കാൻ പറ്റും. കാരണം പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ അഹ്യൽ ലയാലിൽ ഖംസ്, ആരെങ്കിലും ഒരു വർഷത്തിലെ 5 രാവുകളെ ഹയാത്താക്കിയാൽ എന്ന് പറഞ്ഞാൽ മറ്റു രാവുകളെ പോലെ മുഴുവൻ ഉറങ്ങി തീർക്കാതെ അറിയാവുന്ന ദിക്റും സ്വലാത്തും നിസ്കാരങ്ങളും നന്മകളുമായിട്ട് രാവുകളിൽ കഴിവിന്റെ പരമാവധി എൻഗേജഡ് ആയാൽ വജബത്ത് ലഹുൽ ജന്ന എന്ന ഹദീസ്. എന്താ? സ്വർഗം കിട്ടിയേക്കാം, സ്വർഗം കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊന്നുമല്ല. പിന്നെ വജബത്ത് ലഹുൽ ജന്ന, സ്വർഗം അവർക്ക് നിർബന്ധമായി, വുജൂബായി. ഇത്ര വലിയ സൗഭാഗ്യമാണ്. ആ രാവുകൾ 5 രാവുകളിൽ 3 രാവുകളും നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുക. 2 രാവേ പുറത്തുള്ളൂ. അതായത് പരിശുദ്ധമായ ചെറിയ പെരുന്നാളിന്റെ രാവും അതേപോലെ ബറാഅത്ത് രാവുമാണ് പുറത്തുള്ളത്. ബാക്കി 3 രാവും നമ്മുടെ മുന്നിലാണ്. അതായത് ഒന്ന് ലൈലത്തു തർവിയ, ദുൽഹിജ്ജ 8 രാവ്. അതായത് കേരളക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ചൊവ്വാഴ്ച പകലാണ് ദുൽഹിജ്ജ 8. അതിൻ്റെ രാവെന്ന ഇന്നത്തെ മഗ്രിബ് വാങ്കോടെ തിങ്കളാഴ്ച അസ്തമാനത്തോടെ ദുൽഹിജ്ജ 8 രാവ്. അതേപോലെ ലൈലത്തു അറഫ, അറഫയുടെ 9 രാവ്. അതായത് ബുധനാഴ്ചയാണ് നമ്മുടെ അറഫ, ബുധനാഴ്ച ദിവസമാണ് അറഫ. ആ ദിവസത്തിന്റെ രാവ്, അതായത് ചൊവ്വാഴ്ച നാളെ അസ്തമിച്ചതിന് ശേഷമുള്ള രാവ്. പിന്നെ ലൈലത്തു നഹർ, വലിയ പെരുന്നാളിന്റെ രാവ്. അതായത് പരിശുദ്ധമാക്കപ്പെട്ട അറഫ നോമ്പ് നമ്മൾ തുറന്നതിന് ശേഷം കയറി വരുന്ന രാവ്. അപ്പൊ ഈ രാവുകളെ നമ്മൾ പരിഗണിച്ചു കൊടുത്താൽ പ്രിയപ്പെട്ടവരെ സ്വർഗം നിർബന്ധമാകുമെന്നാണ് ഇമാം ഗസാലി റഹ്മഹുല്ല തങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഇഷ്ടം, അള്ളാഹുവിന്റെ മഹബത്ത് ഒരാൾക്ക് ലഭിച്ചാൽ, അള്ളാഹ്ക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ, നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? ഔഖാത്തുൽ ഫാദില, ശ്രേഷ്ഠമാക്കപ്പെട്ട സമയത്ത് കൂടുതൽ നന്മകൾ ചെയ്യാൻ ഇസ്തഅമലഹു, അവന് അള്ളാഹു ഒരു തൗഫീക്ക് കൊടുക്കും നന്മകൾ ചെയ്യാനും ചൊല്ലാനും പറയാനും. എപ്പോ? പോരിശാക്കപ്പെട്ട സമയത്ത്. ഇത് അള്ളാഹിന്റെ ഇഷ്ടത്തിന്റെ അടയാളം. അള്ളാഹുവിന് ഒരാളോട് ഇഷ്ടമില്ലെങ്കിലോ, ശ്രേഷ്ഠമായ സമയരാവൊക്കെ വരുമ്പോൾ നന്മകൾ കൂടുതൽ ചെയ്യാൻ തോന്നൂല, ക്ഷീണം ഉണ്ടാവും, ഉറക്ക് വരും, മടി തോന്നും. അതൊക്കെ അള്ളാഹിന്റെ വെറുപ്പുള്ളതിൻ്റെ അടയാളമാണ്. അപ്പോൾ അള്ളാഹിന്റെ ഇഷ്ടമുള്ളവരെ നമുക്ക് ചേരാൻ എന്താ മാർഗം? ഈ പരിശുദ്ധമാക്കപ്പെട്ട രാവുകളെ പരിഗണിച്ചു കൊടുക്കണം. അപ്പോൾ ഈ പരിശുദ്ധമായ രാവിൽ നമുക്ക് മിനിമം എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ? കഴിവിൻ്റെ പരമാവധി നമുക്കറിയാവുന്ന ദിക്റും സ്വലാത്തും ദുആയൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടാ. മിനിമം എന്ത് ചെയ്യണമെന്നറിയോ? നമ്മുടെ ഇന്നത്തെ രാവ് മുതൽ ഈ 3 രാവുകൾ, പെരുന്നാൾ രാവ് വരെ 3 രാവുകളിലും മഗ്രിബ്, ഇശാ, സുബ്ഹ് 3 നിസ്കാരങ്ങൾ ജമാഅത്തായി നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം. സഹോദരന്മാർ ശ്രദ്ധിക്കണം. ഉമ്മമാർ വീട്ടിൽ ഒരു കുട്ടിയാണെങ്കിലും ചേർത്തെടുത്തിട്ട് ജമാഅത്തായി നിസ്കരിക്കാൻ ശ്രമിക്കണം. മഗ്രിബ്, ഇശാ, സുബ്ഹ്, ബാക്കിയുള്ളത് വേണ്ടെന്നല്ല, ഇതിന് പ്രാധാന്യം കൊടുക്കണം. കാരണം അങ്ങനെ രാവുകളിൽ ഈ നിസ്കാരങ്ങൾ ജമാഅത്തായി നിസ്കരിച്ചാൽ ആ രാത്രി മുഴുവൻ ഹയാത്താക്കിയ കൂലി അള്ളാഹു നൽകും എന്ന് മഹത്തുക്കളായ സ്വഹാബത്ത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ സൗഭാഗ്യത്തിന്റെ മിനിമം കൂലി കിട്ടാൻ ഈ നിസ്കാര ജമാഅത്താക്കാൻ നോക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ രാവുകളിൽ സജീവമായിട്ട് പരിശുദ്ധമായ സൂറത്തുൽ ഫജ്ർ, അൽ ഫജ്ർ സൂറത്ത്, വൽ ഫജ്രി വലയാൻ അസ്ർ ഒരു വട്ടം ഓതണം, മറക്കരുത്. അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? അതോടൊപ്പം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ആ പരിശുദ്ധമായ തസ്ബീഹ് എണ്ണം നോക്കണ്ട, എത്ര ചൊല്ലാൻ പറ്റുമോ അത്ര ചൊല്ലിക്കോ. പ്രത്യേകിച്ച് കിടക്കാൻ വേണ്ടി രാത്രി കിടക്കുന്നതിന് മുമ്പ് അത് ചൊല്ലിയാൽ, ഒരെണ്ണം ചൊല്ലിയാൽ ഒരു ഹജ്ജിന്റെ ഉംറയുടെ കൂലിയാ. 2 എണ്ണം ചൊല്ലി 2 ഹജ്ജിന്റെ ഉംറയുടെ കൂലിയാ. 100 എണ്ണം ചൊല്ലിയാലോ പറയേണ്ട കാര്യമില്ല. സ്വർഗാവകാശികൾക്ക് മാത്രം ചൊല്ലാൻ തൗഫീക്ക് കിട്ടുന്ന പരിശുദ്ധമായ തസ്ബീഹാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അത് ധാരാളം ഉണ്ടാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ്. അത് ധാരാളം ചൊല്ലുക. പിന്നെയോ, 3-ാമത്തെ കാര്യം, ദുആയിൽ എൻഗേജഡ് ആവണം. നമ്മുടെ ഖൽബ് തുറന്ന് ചോദിക്കാനുള്ളത് മുഴുവൻ ചോദിക്കണം. ലോകത്തുള്ള മുഴുവൻ ആളുകൾ, നമ്മുടെ റിലേഷൻ, നമ്മുടെ കുടുംബക്കാർ, കൂട്ടുകാർ, ഫാമിലി, നാട്ടുകാരൊക്കെ പറഞ്ഞു ആ കാര്യം അല്ലാണ്ട് അത് ഒരിക്കലും നടക്കൂല. ആ സ്വപ്നം നടക്കാത്ത സ്വപ്നമാണ്. എല്ലാവരും പറഞ്ഞു നടക്കൂല. പക്ഷെ അള്ളാഹിനോട് ചോദിച്ചാൽ നടന്നു കിട്ടുന്ന രാവുകളാണ്. അപ്പോൾ ദുആ ചെയ്യുന്ന കാര്യം ശ്രദ്ധിച്ചു കൊടുക്കുക.
പിന്നെ ദുൽഹിജ്ജ 8 നാളത്തെ ചൊവ്വാഴ്ച പകലിൽ നോമ്പുകാരാകൽ വലിയ പുണ്യമാണ്. ഒരു കൊല്ലത്തെ നോമ്പിൻ്റെ കൂലി കിട്ടുന്നതാണ്. പരിശുദ്ധമായ യോമു തർവിയ ദുൽഹിജ്ജ 8 നോമ്പ്. ഇന്നത്തെ രാത്രി നീയത്ത് വെക്കാം, ദുൽഹിജ്ജ 8 നോമ്പ് എടുക്കാൻ ഞാൻ കരുതി നീയത്ത് വെക്കാം. നോമ്പ് ഖളാ വിട്ടാനുള്ളവർക്ക് ആ നീയത്തും ചേർത്ത് കൊടുക്കാം. ദുൽഹിജ്ജ 9 ഏതായിരുന്നാലും ബുധനാഴ്ച അറഫ നോമ്പാണല്ലോ. ആ ദിവസവും നാളത്തെ രാത്രി നീയത്ത് വെച്ചിട്ട് അറഫായുടെ സുന്നത്തോമ്പ് അല്ലെങ്കിൽ ദുൽഹിജ്ജ 9 സുന്നത്തോമ്പ് അതോടൊപ്പം ബുധനാഴ്ചയുടെ സുന്നത്തോമ്പൊക്കെ കരുതി കൊടുത്താൽ അൽഹംദുലില്ലാ നോമ്പ് ഖളാ വിട്ടാനുള്ളവർക്കും ചേർക്കാം. ഏറ്റവും വലിയ പോരിശയാക്കപ്പെട്ട വലിയ സൗഭാഗ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ കഴിവിൻ്റെ പരമാവധി ഈ നന്മ അൽഹംദുലില്ലാ ഞാൻ കേട്ടത് നന്നായി പഠിച്ചോനെ, ഇന്നത്തെ രാത്രി കുറച്ചെങ്കിലും എനിക്ക് നന്മ ചെയ്യണം, നിസ്കാരമെങ്കിലും സമയബന്ധിതമായി അധികം വൈകാതെ ജമാഅത്തായി ഒരാളെങ്കിലും കൂട്ടിയിട്ട് നിസ്കരിക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ എത്ര പുണ്യമുണ്ടല്ലോ അല്ലാ എന്നുള്ള ഒരു ഇഷ്ടം നമ്മുടെ കൽബിലേക്ക് വന്നാൽ അൽഹംദുലില്ലാ നമുക്ക് പാസ് മാർക്കായി. ഞാൻ സംസാരിക്കുന്നതിന് നമുക്ക് ഫായിദയായി, കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരുപ്പമാർക്ക് സഹോദര സഹോദരിമാർക്ക് സന്തോഷമായി. അൽഹംദുലില്ലാ എല്ലാവരും പ്രത്യേകിച്ചും ഓർക്കണം, മാനിക്കണം. ഈ പരിശുദ്ധ രാവുകളിൽ നിങ്ങളെല്ലാവരെയും ദുആയിൽ ഓർക്കുന്നുണ്ട്, ചേർക്കുന്നുണ്ട്. കമൻറ്റ് പറയുന്നവർക്ക് പ്രത്യേകം അൽഹംദുലില്ലാ ദുആ ഉണ്ട്. ഒരിക്കലും ഒരാളെയും ഒഴിവാക്കുന്നില്ല. നിങ്ങളെല്ലാവരും ദുആയിൽ വിനീതനെ ഈ നന്മയിൽ ഭാഗവാക്കാകുന്ന മുഴുവൻ ആളുകളെയും നമ്മുടെ കഫാക്ക് ഇസ്ലാമിക് ചാനൽ അതിൻ്റെ പ്രവർത്തകർ എല്ലാത്തിലും ദുആയിൽ നിങ്ങൾ പ്രത്യേകം ചേർക്കണം, നിങ്ങൾ ഓർക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു ഇരുലോക ആഫിയത്തും ബറക്കത്തും സലാമത്തും നമുക്കെല്ലാം അവൻ്റെ റഹ്മത്ത് കൊണ്ട് പ്രദാനം ചെയ്യട്ടെ. പോരിശയാക്കപ്പെട്ട ഹജ്ജിൻ്റെ അമാലുകൾ മിനയിലെ രാപ്പാർക്കലടക്കം കർമ്മങ്ങൾ തുടങ്ങാൻ പോകുക ദുൽഹിജ്ജ 8 അതാണ് പരിശുദ്ധമായ തർവിയ എന്ന് പറയുന്നത്. അതൊക്കെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം, എല്ലാറ്റിലും ഭാഗവാക്കാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോക ആഫിയത്തും ബറക്കത്തും നമുക്കെല്ലാം നൽകട്ടെ. എല്ലാവർക്കും സന്തോഷം നേരുന്നു. ആമീൻ യാ റബ്ബൽ ആലമീൻ. വാഖിറു കലാമി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.